നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമില്ലേ, ഈ എവിടെ നിന്നാണ് ലോകത്ത് എവിടെ നിന്നാണ് വായ്പ എടുക്കാക്കെ? ഈ വായ്പ അങ്ങനെ ആരെടുത്തും പോയി എടുക്കണ്ടെന്ന്. റിസർവ് ബാങ്കാണ് ഈ നോട്ട് അച്ചടിക്കുന്നത്. അതുകൊണ്ട് റിസർവ് ബാങ്കോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് 1,00,000 കോടി രൂപ അഡീഷണൽ വേണം എന്ന് പറഞ്ഞാൽ അവർ നോട്ട് അച്ചടിക്കും, 1,00,000 കോടി രൂപ വരും. ഡോക്ടർ ഐസക്കിൻ്റെ ഈ വീഡിയോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ തോമസ് ഐസക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ലോണിനെക്കുറിച്ചോ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് ഈ വീഡിയോ. എന്നാൽ ഇതിൻ്റെ സത്യം മനസ്സിലാക്കാതെയാണ് പലരും അദ്ദേഹത്തെ ട്രോളുന്നത്. അങ്ങനെ ട്രോളിൻ്റെ കാര്യമില്ല. അതിൻ്റെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ കടം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ആകെ കടം എന്ന് പറയുന്നത് 214.05 ലക്ഷം കോടി രൂപയാണ്, അല്ലെങ്കിൽ 2.14 കോടി രൂപ. ഇത് വർഷങ്ങൾ കൊണ്ട് അല്ലെ കാലാകാലങ്ങൾ കൊണ്ട് അക്യൂമുലേറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് 2 വിഭാഗങ്ങൾ പെടും. ഒന്ന് വിദേശ കടം, 2 ആഭ്യന്തര കടം. വിദേശ കടം എന്ന് പറയുന്നത് $714 ബില്യൺ. US ടേംസിൽ പറഞ്ഞാൽ 714 ബില്യനാണ് ഇന്ത്യയുടെ വിദേശ കടം. ഇത് ക്രമേണ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം 24-25 വർഷത്തിൽ ശകലം 0.7% കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. അല്ലാത്ത പക്ഷം അത് കൂടിക്കൊണ്ടിരിക്കും. ഈ വിദേശ കടത്തിൻ്റെ പകുതി ഭാഗം, അതായത് 50% US ഡോളറാണ്. US ഡോളറിൻ്റെ കടമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ വിദേശ ഏജൻസികളിൽ നിന്നും അമേരിക്കൻ ഡോളർ ഇന്ത്യ കടം വാങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് വാങ്ങുന്നത് IBRD അഥവാ വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അങ്ങനെയുള്ള അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ ഏജൻസികളിൽ നിന്നും കാലാകാലങ്ങളിൽ കടം വാങ്ങിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ 714 ബില്യൺ ഡോളറിൻ്റെ പകുതി ഭാഗം. ബാക്കി പകുതി ഭാഗം പല വിദേശ കറൻസികളിൽ കടം വാങ്ങിയിട്ടുള്ളതാണ്. ലോൺ റീപേയ്മെൻ്റ് എന്ന് പറയുന്നത് ഇതേ ടേംസ് ഉപയോഗിച്ച് ഡോളറായിട്ട് റീപേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അപ്പോൾ അത് ഡോളറിൻ്റെ ലഭ്യത അനുസരിച്ചിരിക്കും. എക്സ്പോർട്ട് കൂടി നിൽക്കുകയും ഇമ്പോർട്ട് കുറഞ്ഞു നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഡോളറിൻ്റെ സ്റ്റോക്ക് വർദ്ധിക്കത്തുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമാണ്. പ്രത്യേകിച്ച് പെട്രോളിയം പ്രോഡക്റ്റ്സൊക്കെ എപ്പോഴും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഡോളർ റീപേയ്മെൻറ്റ് വളരെ കുറഞ്ഞ തോതിൽ നടക്കത്തുള്ളൂ. ഇനി ആഭ്യന്തര കടം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ ആഭ്യന്തര കടം എടുക്കുന്നത് റിസർവ് ബാങ്കിൽ നിന്നാണ്. റിസർവ് ബാങ്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികൾ കടം കൊടുക്കുന്നത് പോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനും കടം കൊടുക്കും. ഇന്ത്യൻ രൂപയായിട്ടാണ് ഈ പണം കൊടുക്കുന്നത്. റിസർവ് ബാങ്കിന് ഈ പണം ലഭിക്കുന്നത് പ്രധാനമായിട്ടും ബാങ്കുകളിൽ പബ്ലിക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ ഒരു ഭാഗം റിസർവ് ബാങ്കിലെത്തും, ഒരു നിശ്ചിത പെർസെൻറ്റേജ്. പ്രത്യേകിച്ച് നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള ബാങ്കുകൾ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതൊക്കെ വൻകിട ബാങ്കുകളാണ്. അപ്പോൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ഈവൻ പ്രൈവറ്റ് ബാങ്കുകളും അവരുടെ ഡിപ്പോസിറ്റിൻ്റെ ഒരു തുക റിസർവ് ബാങ്കിന് കൊടുക്കണം. ആ തുകയാണ് റിസർവ് ബാങ്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വികസന ആവശ്യത്തിനായിട്ട് ലോൺ കൊടുക്കുന്നത്. ഇതുകൂടാതെ ഇൻറ്റേർണലായിട്ടുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷനുകൾ, ഇനി അതല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനികൾ, ഇവയുടെ എല്ലാം കളക്ട് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോണായിട്ട് സ്വീകരിക്കാറുണ്ട്. ഇതൊക്കെയാണ് ആഭ്യന്തരമായിട്ടുള്ള ലോണിൻ്റെ ഘടകം. അപ്പോൾ ചുരുക്കത്തിൽ ഇമ്മീഡിയറ്റ് ലോൺ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ അവരെ റിസർവ് ബാങ്കിൽ നിന്നാണ് ഗവൺമെൻറ്റിന് അത് ലഭ്യമാകുന്നത്. എന്നാൽ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന അത്രയും തുക നൽകുവാനായിട്ട് ഈ പറഞ്ഞ സബോർഡിനേറ്റ് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നോ റിസർവ് ബാങ്കിന്
കൊടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവർ ലോൺ എന്നും പറഞ്ഞ് ഈ കൊടുക്കുന്നത് ഈ പ്രിൻ്റഡ് കറൻസിയാണ്. റിസർവ് ബാങ്കിന് നോട്ടുകൾ പ്രിൻ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന ലോൺ പൂർണ്ണമായിട്ട് അല്ല, ഭാഗികമായിട്ട് ഈ കറൻസി പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഐസക് പറഞ്ഞ 1 ലക്ഷം കോടി രൂപയുടെ ഒരു ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്ന കാര്യം 1 ലക്ഷം കോടിയുടെ കറൻസി പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ തന്നെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൻ്റെ പ്രപ്പോസ് ചെയ്യുന്ന നികുതിയിൽ ഒരു 75-80% കൂടുതൽ പിരിഞ്ഞു കിട്ടാറില്ല. ബാക്കി വരുന്ന 20% അല്ലെ 25% റിസർവ് ബാങ്കിൽ നിന്ന് കറൻസി പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ് പതിവ്. അതുപോലെ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ അഥവാ ചിലവ് 1 ലക്ഷം കോടി ഡോളറാണ് വിഭാവനം ചെയ്യുന്നതെങ്കിൽ ചിലവ് ചിലപ്പോൾ 1.25 ലക്ഷം കോടി വരെയായി പോകാറുണ്ട്. അവിടെയും എക്സസ് വരും. അത് നികത്തുന്നതും ഇതുപോലെ റിസർവ് ബാങ്കിൻ്റെ കറൻസി പ്രിൻ്റ് ചെയ്തെടുത്തത് കൊണ്ടാണ്. അല്ലാതെ ഐസക്കിനെ ട്രോളുന്നത് പോലെ വസ്തുത അറിയാതെ ഇതെങ്ങനെയാണ് ചുമ്മാ കറൻസി പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പരമ്പരാഗതമായ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഏതാണ്ട് 70% വിദേശ കറൻസിയും 30% ഗോൾഡും സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ടാണ് കറൻസി പ്രിൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊന്നും ഇപ്പം കൃത്യം പാലിക്കാറില്ല. ഇങ്ങനെയുള്ള കറൻസിയോ അല്ലെ ഗോൾഡോ ഒന്നും സ്റ്റോക്ക് വെക്കാറില്ല. ഗവൺമെൻറ് ആവശ്യപ്പെടുന്നതനുസരിച്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നതനുസരിച്ച് കറൻസി പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഈ കറൻസി പ്രിൻ്റ് ചെയ്യാനായിട്ട് ഏർപ്പെടുത്തിയിരുന്നത് 2 വിദേശ കമ്പനികളെയാണ്. അതായത് ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമുള്ള ഓരോ വിദേശ കമ്പനികളാണ് ഈ കറൻസി എല്ലാം പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് എന്തുമാത്രം കറൻസി ഒന്നും പ്രിൻ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് സർക്കുലേഷനിലുള്ള ഇന്ത്യൻ കറൻസികളുടെ അടവെന്ന് പറയുന്നത് ഏതാണ്ട് 14 ലക്ഷം കോടി രൂപയാണ്. അത്രയും പ്രിൻ്റ് ചെയ്തതായിട്ടാണ് കണക്ക്. എന്നാൽ പ്രിൻ്റ് ചെയ്ത നോട്ടിൻ്റെ യഥാർത്ഥ കണക്ക് ഒരിക്കലും ലഭ്യമല്ല. അതുകൊണ്ടാണ് 2016 നവംബർ 6-ന് നരേന്ദ്രമോദി നോട്ടുകൾ നിരോധിച്ചത്. കാരണം റിസർവ് ബാങ്ക് എത്ര നോട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെന്നോ എത്രമാത്രം നോട്ടുകൾ ഇന്ത്യയിൽ സർക്കുലേഷനിലുണ്ടെന്നോ കൃത്യമായ യാതൊരു കണക്കുമില്ല. ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം ബാങ്കിൽ തിരിച്ചെത്തിയ കറൻസിയുടെ എണ്ണം കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും അത് ഏതാണ്ട് 17 ലക്ഷം കോടി രൂപ വരും. അപ്പോൾ നിലവിൽ 14 ലക്ഷം കോടി കറൻസികളാണ്, രൂപയ്ക്കുള്ള കറൻസികളാണ് ഇന്ത്യയിലുള്ളതെന്നാണ് റിസർവ് ബാങ്കിൻ്റെ കണക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ബാങ്കിൽ തിരിച്ചെത്തിയ എമൗണ്ട് എന്ന് പറയുന്നത് അതിലൊക്കെ കൂടുതലാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഈ കറൻസി പ്രിൻറ്റിങ്ങിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. ഇതൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് അതായത് ആളുകളൊക്കെ അങ്ങ് പ്രിൻ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു ഈ വിദേശ കമ്പനികളിൽ നിന്ന്. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്ന പണമെല്ലാം ദുബായിലേക്കോ അല്ലെ പാകിസ്ഥാനിലേക്കോ അതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് പിന്നീട് തിരിച്ച് ഇന്ത്യയിലെത്തും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളുടെ ബിസിനസ്സും സ്വർണത്തിൻ്റെ ബിസിനസ്സും അങ്ങനെയുള്ളതെല്ലാം കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തതും അത്തരം മുതലാളിമാരൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. കാരണം കറൻസി പ്രിൻറ്റിങ്ങിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആഭ്യന്തരമായിട്ടുള്ള കടമെടുപ്പിനെ റിസർവ് ബാങ്കിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ജനങ്ങളിൽ നിന്നോ പബ്ലിക്കിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന കടം അഥവാ ഡെപ്റ്റ് എടുത്തുകൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ഗവൺമെൻറ്റിൻ്റെ ഓരോ പദ്ധതികളും നോക്കുമ്പോൾ 100 കോടിയുടെയോ അല്ലെ 1000 കോടിയുടെയോ അല്ലെ 2000 കോടിയുടെയോ ഒന്നും അല്ല. 10,000 കോടിയിൽ കുറഞ്ഞ പ്രോജക്റ്റുകളില്ല. 50,000 കോടി 60,000 കോടി 1 ലക്ഷം കോടിയുടെയൊക്കെ പ്രോജക്റ്റുകളാണ്. റോഡായാലും തുറമുഖമായാലും ഇതൊക്കെ. ഇതിനൊക്കെ വരുന്ന തുകയുടെ നല്ലൊരു ഭാഗം ലോൺ എന്ന് പറയാമെങ്കിലും അത് ഈ പറഞ്ഞ റിസർവ് ബാങ്കിൽ നിന്ന് പ്രിൻ്റ് ചെയ്തെടുക്കുന്ന കറൻസികളാണ്. അപ്പം അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഡോക്ടർ ഐസക് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അത് കറക്റ്റാണ്. അതിന് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെ ട്രോളേണ്ട കാര്യം ഇല്ല.